ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാറു എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പാറു, 27 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. ഹസ്ബൻഡിന് വലിയൊരു കമ്പനിയിലാണ് ജോലി. ഉത്തരവാദിത്തമുള്ളൊരു പൊസിഷനാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ പുള്ളി വരുമ്പോൾ രാത്രി 10 മണി 10:30 അതുവരെ ഞാനും ഭർത്താവിൻ്റെ അമ്മായിമ്മയുമായിരുന്നു ആദ്യം വീട്ടിൽ. പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തനിച്ചായി മാഡം. 10 മണി വരെയൊക്കെ തനിച്ചിരിക്കാൻ എനിക്ക് പേടിയായി തുടങ്ങി. ഞാൻ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ലെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിന്നെ ആരും പിടിച്ചുകൊണ്ടൊന്നും പോകില്ല. ഞാൻ പറഞ്ഞു, പകൽ വേണമെങ്കിൽ ഞാൻ തനിയെ ഇരുന്നോളാം, പക്ഷേ രാത്രി ഇത്രയും നേരം ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ 11 മണിയാകും, എന്തായാലും 10:30 കഴിഞ്ഞേ വരികയുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റില്ല, പേടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, ശരി, ആരെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്യാമെന്നും. അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? വൈകിട്ടിരിക്കാൻ മാത്രം ആരെങ്കിലും വരുമോ? ഞാൻ തിരക്കി നോക്കട്ടെ. ആർക്കെങ്കിലും നമുക്ക് നല്ല സാലറി ഓഫർ ചെയ്യാം. വൈകുന്നേരം വന്നാൽ മതി. ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു റിലേറ്റീവ് ഉണ്ട്. ആ ചേച്ചിയോട് ഭർത്താവ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, നീ എന്തിനാണ് വെറുതെ ഭാര്യയെ ജോലിയില്ലാതെ വീട്ടിലിരുത്തുന്നത്? അവൾക്ക് ഏതെങ്കിലും ജോലി വാങ്ങിക്കൊടുക്കാൻ. എൻ്റെ ഹസ്ബൻഡിന് അതൊട്ടും ഇഷ്ടമല്ല. എന്നോട് ഭയങ്കര പൊസസീവ്നെസ് ആണ്. ഞാൻ മറ്റുള്ളവരുമായി ഇടപഴകുന്നതോ അല്ലെങ്കിൽ ജോലിക്കിറങ്ങി പോകുന്നതോ ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന് ആ നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റില്ല. ഭർത്താവ് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എടാ, വീടിനോട് ചേർന്ന് തന്നെ ഒരു കടയിൽ നിങ്ങൾക്കില്ലേ? എത്ര വർഷമായിട്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് ആർക്കെങ്കിലും കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹസ്ബൻഡ് ദേഷ്യപ്പെട്ടു, ഞാൻ വന്നത് എന്തിനാണ്? ചേച്ചി എന്തായി പറഞ്ഞതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടാ, ഞാൻ ഒരു കാര്യം പറയാം. കുടുംബശ്രീയിൽപ്പെട്ട 2-3 പെണ്ണുങ്ങൾ ചേർന്ന് ഒരു തയ്യൽക്കട തുടങ്ങണമെന്നുണ്ട്. അവർക്ക് ഈ ഫാഷൻ സ്റ്റിച്ചിങ് ഒക്കെ, അതിനുവേണ്ടി അവരൊരു കട അന്വേഷിക്കുകയാണ്. ഇത് നല്ലതാണെന്ന് പണ്ടേ പറഞ്ഞതാ. ഞാൻ പറഞ്ഞതാ അവൻ ആർക്കും കൊടുക്കില്ലെന്ന്. എങ്കിലും ഞാനിപ്പോൾ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ പെണ്ണുങ്ങൾ അവിടെ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 8 മണി 9 മണി വരെ അവിടെ കാണും. പിന്നെ സുജാത നിനക്കറിയില്ലേ, നമ്മുടെ മേലിടത്തെ? അവളും അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ. അവൾ വന്ന് നീ വരുന്നത് വരെ രാത്രി പിന്നീട് കൂട്ടിരുന്നോളാന്ന് പറഞ്ഞു. ഇപ്പം 2 പെൺമക്കളും അവിടെ ഇല്ല. 2 പേര് നേഴ്സുമാരാണ്, പുറത്താണ്. ഹസ്ബൻഡുമില്ല. അവൾ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവൾ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് നീ വരുന്നത് വരെ നിൻ്റെ ഭാര്യയുടെ കൂടെ കൂട്ടിരുന്നോളും. അവൾ നമ്മുടെ റിലേറ്റീവ് അല്ലേ മോനെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഭർത്താവ് ഓർത്തത്, എങ്കിൽ പിന്നെ കുഴപ്പമില്ല, പെണ്ണുങ്ങളാണല്ലോ അവിടെ കട തുടങ്ങുന്നത്, പെണ്ണുങ്ങളുടെ വസ്ത്രമാണ്, ആണുങ്ങളാരും വരുന്നുമില്ല. അപ്പോൾ ഭർത്താവിന് സമാധാനമായി. ഇത്തിരി ഒരു സംശയരോഗം ഉണ്ടോയെന്ന് പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുമായിട്ടില്ല. എന്തായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സാലറിയുള്ള സുന്ദരനായ ഒരു മനുഷ്യനാണ്. മറ്റു പ്രശ്നങ്ങളുമില്ല. കുട്ടികളുണ്ടാകാത്തത് എന്താണെന്ന് ഞങ്ങളൊട്ട് തിരക്കിയിട്ടുമില്ല. വീട്ടുകാരാണെങ്കിൽ ഈ കാര്യത്തിലൊന്നും അധികം ഇടപെടുന്ന ടൈപ്പുകളുമല്ല. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ സ്നേഹിച്ച് ജീവിച്ചു പോകുന്നു. ആകെ എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, കുറച്ച് ഒരു സംശയമുണ്ട്, പിന്നെ അധികം പൊസസീവ്നെസ്സും ഉണ്ട്, പിന്നെ ചിലപ്പോൾ ഈ വൈകി വരുന്ന ആ ഒരു പ്രശ്നവും. ഇത്രയേ ഉള്ളൂ. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. എന്തായാലും പെണ്ണുങ്ങളാണല്ലോ ഇവിടെ തുടങ്ങുന്നത്. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് സമ്മതമായിരുന്നു. പിന്നെ സുചേച്ചി രാത്രി വരെ ഇരിക്കാമെന്ന് പറഞ്ഞല്ലോ. അതോടുകൂടി സുചേച്ചിയെ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് റെഡിയാക്കി. ഞാൻ ആ ചേച്ചി കണ്ടിട്ടുണ്ട്, പക്ഷേ സംസാരിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ചിരിക്കും, അത്രയേ ഉള്ളൂ. വന്നു കഴിഞ്ഞ് സംസാരിച്ചപ്പോഴാണ് പുള്ളിക്കാരി വളരെ ജോളി ടൈപ്പാണെന്ന് എനിക്ക് മനസ്സിലായത്. എപ്പോഴും ചിരിയും കളിയും തമാശകളും ഒക്കെയാണ്. പിന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റായി തമാശ പറയുന്ന കൂട്ടത്തിലുമാണെന്ന് എനിക്ക് മനസ്സിലായി. രഹസ്യങ്ങളൊന്നും ഉള്ളിൽ വെക്കില്ല. എല്ലാം അങ്ങ് പറയുന്ന പോലെ എനിക്ക് ആദ്യം തോന്നി. ചേച്ചിയെ തീരെ ചെറിയ പ്രായത്തിൽ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. അതും നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചാണ് ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ അങ്ങർക്ക് ഒത്തിരി പ്രശ്നമുണ്ടായിരുന്നു. മദ്യപാനിയായിരുന്നു. പിന്നെ അതുമാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും പറയാൻ വയ്യാത്ത രീതിയിലാണ് ചേച്ചിയെ ഉപദ്രവിക്കുന്നത്. ചേച്ചിക്കത് ഒട്ടും താങ്ങാൻ പറ്റിയിരുന്നില്ല. അങ്ങേരുടെ ലീലാവിലാസങ്ങൾ താങ്ങാതെ ചേച്ചി 2 കുട്ടികളായി കഴിഞ്ഞപ്പോഴേക്കും അയാളെ ഇട്ടിട്ട് പോരുകയായിരുന്നു. പിന്നീട് അയാൾ കുടിച്ച് മരിക്കുകയായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിക്ക് പിന്നെ കല്യാണം കഴിക്കാൻ തോന്നിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ, ജീവനുണ്ടെങ്കിൽ കല്യാണം കഴിക്കരുത്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? എൻ്റെ അനുഭവം നീ കേട്ടില്ലേ? ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ അനുഭവം അല്ലല്ലോ. സ്നേഹത്തോട് കഴിയുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. മോളെ, ഭർത്താക്കന്മാർക്ക് ഈ സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല, ഭയങ്കര സെൻറ്റിമെൻറ്റ്സാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോഴേക്കും പൊട്ടി അങ്ങ് ഒലിക്കും. പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനല്ല. അവരെന്താ പറയുന്നത് നിനക്കറിയാമോ? ചായ കുടിക്കാൻ എന്തിനാ തേയിലത്തോട്ടം വാങ്ങിക്കുന്നേ? പിന്നെ ഇവന്മാരൊക്കെ എന്തിനാ കിട്ടുന്നത്? നാട്ടുകാരെ ബോധിപ്പിക്കാൻ, അത്രയേ ഉള്ളൂ. ബാക്കി അവർ
പല തേയിലത്തോട്ടത്തിലും പോയി ചായ കുടിക്കും. അത്ര ടൈപ്പുകളാണ്. എന്നാലും ചേച്ചി, എൻ്റെ ഹസ്ബൻഡിനെ പോലുള്ളവർ അങ്ങനൊന്നുമല്ല. ആ, എനിക്കങ്ങനെ തോന്നില്ല മോളെ. എല്ലാ പുരുഷന്മാരും കണക്കാ, എല്ലാ സ്ത്രീകളും കണക്കാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കും അങ്ങനെ ആയാലും എന്താ? മനസ്സിലായില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എടി, അവന്മാർക്ക് ചായ കുടിക്കാൻ കാണുന്നിടത്തെല്ലാം തേയിലത്തോട്ടം വേണം. നമ്മളും അങ്ങനെ വിചാരിച്ചാലെന്താ ചേച്ചി? അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറ്റിയ പരിപാടിയാണോ? എന്താടി, അവന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വിചാരിച്ചു. എൻ്റെ ഭർത്താവ് ദുഷ്ടനായിരുന്നു, മരിച്ചു പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും 2 കുട്ടികളെ കൊണ്ട് കരക്കടുപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അതിനിടയ്ക്ക് പല ആൾക്കാരും വന്നു, പല തേയിലയും പല ചായയും ഇടാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഞാൻ എനിക്കിഷ്ടപ്പെട്ട തേയിലത്തോട്ടത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ ചേച്ചി. ആ, ഞാൻ ഉള്ളതങ്ങ് പറയുന്ന കൂട്ടത്തില്ല. എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കും ചുണ്ണാവുമില്ല. പക്ഷേ ആരെങ്കിലും ഒന്ന് കണ്ണു കാണിച്ചാലൊന്നും ഞാൻ ആ വഴിക്ക് പോകില്ല. നല്ല സേഫാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എനിക്കിഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ പുരുഷന്മാരെ സന്തോഷിപ്പിക്കും. അല്ലെങ്കിൽ അവരെന്നെ സന്തോഷിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സമ്മതിക്കും. അത്രയേ ഉള്ളൂ. സെലക്റ്റീവാണ്, തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് മാത്രം എന്ന് മോൾ കേട്ടിട്ടില്ലേ? ആ, അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഞാൻ എന്ന് പറഞ്ഞു. ചേച്ചി, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും അറിഞ്ഞാൽ എന്താ? ഇവിടെ ഒന്നും പറയാതെ ഭർത്താവിനെ രാവിലെ ഇറക്കി വിട്ടിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നിന്നെക്കുറിച്ച് ആൾക്കാർ എന്താ പറഞ്ഞതെന്ന് ആർക്കറിയാം? ചേച്ചി, എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ പേര് പറയുന്നുണ്ട്, നീ ഈ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങില്ലെന്നും നിന്റെ ഭർത്താവ് നിന്നെ ഇവിടെ ഭൂതത്തെ പോലെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിന്നെ എന്തോ സംശയമുണ്ടെന്നൊക്കെ നാട്ടുകാർക്കറിയാം. അതിന് കാരണം നിനക്ക് പഴയ ആരുമായിട്ടോ പ്രേമബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ പെണ്ണുങ്ങൾ പറയുന്നത്. ആ, നിന്റെ കാമുകൻ വരുന്നത് പേടിച്ചാണ് നിന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നതെന്ന്. ഞാനപ്പോഴേക്കും നെഞ്ചത്ത് കൈവച്ചു. എൻ്റെ പൊന്നു ചേച്ചി, എനിക്ക് കാമുകനുമില്ല, ആരുമില്ല. ചേട്ടനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആണിനെ കാണുന്നതും കല്യാണം കഴിക്കുന്നതുമെല്ലാം. ആ, നിന്റെ സത്യം നിനക്കറിയാമേ. പക്ഷേ പുറത്ത് പറയുന്നത് ഇങ്ങനെയാണ്. അതിന് കാരണം നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം കൂടിയാണ്. അവൻ നിന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരോട് ദേഷ്യപ്പെടും. നിനക്കിത് വല്ലതും അറിയാമോ? ഇല്ല. നീ വീട്ടിനകത്തിരിക്കുക, ഭർത്താവിന് കഞ്ഞി വെച്ച് കൊടുക്കുക. ഭർത്താവ് വരുമ്പോൾ വാ ചേട്ടാ വാ എന്ന് പറഞ്ഞ് അഴുക്കും വിയർപ്പും നിറഞ്ഞ് അവനെ അങ്ങ് സ്വീകരിക്കുക. അയ്യോ ചേച്ചി, അങ്ങനൊന്നുമില്ല. എൻ്റെ ഭർത്താവിന് നല്ല വൃത്തിയാണ്. എടി, ഞാനിതൊക്കെ വാക്കുകളുടെ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇങ്ങനെയാണ് പെണ്ണുങ്ങളുടെ മനസ്സെന്നാണ് പറഞ്ഞു വന്നത്. ഓ, ചേച്ചി പറഞ്ഞ പോലെ ഒന്നും പറയാൻ എനിക്കറിയില്ല. പ്രവർത്തിക്കാൻ അറിയാമല്ലോ. ചേച്ചി, ചേട്ടനൊരു പാവമാണ്, എന്നോട് ഭയങ്കര സ്നേഹമാണ്, പൊസസീവ്നെസ് ആണ്, പിന്നെ ഇത്തിരിയൊക്കെ ഒരു സംശയരോഗമുണ്ട്, അത്രയേ ഉള്ളൂ. എടി, ഇതൊക്കെ കള്ളന്മാരുടെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു. ചേച്ചി അങ്ങനെ പറയരുത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ചേച്ചി നാട്ടിലെയും വീട്ടിലെയും കഥകളൊക്കെ എന്നോട് പറയും. ഒത്തിരി വിവരങ്ങളും കൊണ്ടാണ് ചേച്ചി വൈകുന്നേരം വരുന്നത്. ഞാനതൊന്നും കേട്ടിട്ടേയില്ല. കാര്യം പുറം ലോകവുമായിട്ട് എനിക്കത്ര ബന്ധമൊന്നുമില്ലല്ലോ. ചേച്ചി വന്നാണ് നാട്ടിലുള്ള ഓരോരുത്തരുടെയും കഥ പറഞ്ഞത്. ഒരു കണക്കിന് ചേച്ചിയുടെ കൂട്ട് എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നി. എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ ചേച്ചി എന്നാൽ ഞാൻ പോട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ നിൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചേച്ചിക്കില്ല. ചേച്ചിയുടെ കഥകളൊക്കെ ഞാൻ മനസ്സിൽ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചേച്ചി തള്ളി എൻ്റെ ഭർത്താവിനോട് വല്ലതും എന്തെങ്കിലും ഇഷ്ടം കൂടുമോന്ന്. കാര്യം അങ്ങേര് സുന്ദരനാണല്ലോ, പറയാൻ പറ്റില്ല. ചേച്ചി ഇപ്പോഴും ഇങ്ങനെ ചുറുചുറുക്കോടെ ഓടി നടക്കുകയാണല്ലോ. പക്ഷേ അങ്ങനെയൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി കുറച്ച് പകതിരിവുള്ള കൂട്ടത്തിലാണ്. അതോടുകൂടി ചേച്ചിയോടുള്ള പ്രിയം എനിക്ക് വർദ്ധിച്ചു. ചേച്ചിക്ക് വീട്ടിലെ വേറൊന്നും വേണ്ട, എന്ത് കൊടുത്താലും ചേച്ചി സ്വീകരിക്കില്ല. ചേച്ചിക്ക് പറഞ്ഞ ശമ്പളം അത് കൊടുക്കുക, ചേച്ചി അത് വാങ്ങിച്ചുകൊണ്ട് പോകും, അത്രേ ഉള്ളൂ. ചേച്ചിക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു മകൾ നേഴ്സാണ്, ഒരാൾ പഠിക്കുന്നു, അങ്ങനെയാണ്. ഒരു ദിവസം ചേച്ചി പകൽ അവിടെ ഇല്ലായിരുന്നു. ചേച്ചി രാവിലെ വരുന്നതാണ്, ഇടയ്ക്ക് വീട്ടിൽ പോകും, ഇടയ്ക്ക് വരും, അങ്ങനെയൊക്കെയാണ്. ഞാൻ ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് ഇന്ന് വയ്യാന്ന്. ഞാനിപ്പോൾ ചേച്ചിയെ വിളിച്ചു. മോളെ പ്രശ്നമില്ല, ഞാനങ്ങ് വരാം കേട്ടോ, എനിക്കെന്തോ ഒരു തലവേദനയൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ നിനക്ക് കൂട്ടിന് വരാം മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചേച്ചി വന്നു. ചേച്ചി വന്ന പാടെ സോഫയിലേക്കും കിടന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എടി എനിക്ക് ഭയങ്കര നടുവിന് വേദന, ഇവിടെ വേദനയുടെ ജെല്ലിരിപ്പുണ്ട്, ചേട്ടൻ കൊണ്ടുവന്നതാ, ചേച്ചി ഞാൻ തടവി തരാമെന്ന് പറഞ്ഞു. എന്നാ മോളെ ഇത്തിരി തടവി താടി. ഞാൻ ചോദിച്ചു, ചേച്ചി ഡേറ്റിൻ്റെ ആണോ? ഓ, ഡേറ്റൊക്കെ കഴിഞ്ഞാടി, ഇപ്പോൾ 8 ദിവസമായി. പിന്നെന്താ ചേച്ചിക്ക് വേദന? എല്ലാം മൂത്രത്തിൽ പഴുപ്പം പറ്റുവാണോ ചേച്ചി? ഹോസ്പിറ്റലിൽ എല്ലാം പോകണോ? ഓ, അതൊന്നുമല്ല, ഹോസ്പിറ്റലൊന്നും പോകണ്ട, നടുവേദന ഉണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ വലിയ ജോലികളും ചെയ്തോന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, അങ്ങനെ വീട്ടിലെ ജോലികളൊന്നും ചെയ്തില്ല, പിന്നെ എന്ത് ജോലിയാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, നിനക്കൊന്നും പറഞ്ഞ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന്. പറയേച്ചി, എന്താ നിങ്ങൾ വലിയ ജോലി ചെയ്തത്? എന്തെങ്കിലും വലിയ ഭാരമുള്ളത് എടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അത് നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമുണ്ട്, ഞാൻ പറയില്ല. എന്താ ചേച്ചി, എനിക്കിഷ്ടമാ, പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ആ മൊബൈൽ ഇങ്ങെടുത്തേ, ഞാൻ നിനക്ക്
കാണിക്കാതെ പറഞ്ഞു. അപ്പോൾ മൊബൈൽ എടുത്ത് ചേച്ചി എന്നെ ഒരു വീഡിയോ കാണിച്ചു. അതിനകത്ത് ആണിൻ്റെ മുഖമില്ല, ചേച്ചിയുടെ മുഖമില്ല. പക്ഷേ അയാളും ചേച്ചിയും തമ്മിലുള്ള സംഭാഷണങ്ങളും ക്ലോസപ്പ് ആയിട്ടുള്ള ദൃശ്യങ്ങളുമാണ്. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ചേച്ചി, ഇത്തരം വീഡിയോകളൊക്കെ എടുക്കാൻ ചേച്ചി സമ്മതിക്കുമോ? അതിനെന്താടി, മുഖമില്ലല്ലോ, എന്നാലും ചേച്ചിയുടെ സ്വരമില്ലേ? ആ സ്വരം കേട്ട് ഇനി ആരെങ്കിലും റോക്കറ്റ് വിഷയം നടത്തുകയാണെങ്കിൽ അങ്ങ് നടത്തട്ടെ മോളെ എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചിക്ക് എന്തൊരു ധൈര്യമാ എടി. അവൻ്റെ ഇഷ്ടത്തിനാ ചെക്കനാ പറഞ്ഞത് സേഫാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ മൊബൈൽ വെച്ച് പിടിച്ചാട്ടോ. അവൻ എനിക്ക് പിന്നീട് അയച്ചു തന്നതാ. എന്നാലും എൻ്റെ ചേച്ചി, ഇതൊക്കെ ഡേഞ്ചറസാണ് കേട്ടോ. ഓ, ഇത് മുഖമൊന്നുമില്ലല്ലോടി, അതുകൊണ്ട് ഡേഞ്ചറസ് അല്ല. ചേച്ചി ആരെങ്കിലും ശബ്ദം തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിയട്ടെടി എന്ന് ചേച്ചി പറഞ്ഞു. അപാര ധൈര്യം തന്നെ. എടി, ഞാൻ പറഞ്ഞു വന്നെന്തെന്നറിയാമോ? ഇതല്ല ഡേഞ്ചറസ്. ഇവൻ ഭയങ്കര ആവേശക്കാനാ മോളെ. വില്ല് പോലെ വളയ്ക്കാന്നൊക്കെ കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. എൻ്റെ മോളെ, എൻ്റെ നടുവിനുള്ള വേദനയുടെ കാര്യം നിനക്ക് മനസ്സിലായില്ലേ? ഇത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയും ചേച്ചി ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്നാലും എൻ്റെ പൊന്നു ചേച്ചി, ഈ വയസ്സാം കാലത്ത് ഇതൊക്കെ വേണോ? ആർക്കാടി 45 വയസ്സ്? എൻ്റെ മനസ്സ് ഇപ്പോഴും 32-ലാണ്. അത് ശരിയായിരിക്കാം, മനസ്സോ രൂപമോ ഒക്കെ ചിലപ്പോൾ 32-ലായിരിക്കാം. പക്ഷെ നടുവിന് വയസ്സ് 45 ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കളിയാക്കി. മോളെ, ഇത്രയും നല്ല സുന്ദരനായ ഒരു ചെക്കൻ സമീപിച്ച് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? അവനാണെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസൊക്കെ ചെയ്യുന്നൊരു ചെക്കനാണ്. അവൻ്റെ പുറകെ എത്ര പെണ്ണുങ്ങൾ നടക്കുന്നത്. എന്നിട്ടും അവൻ ഈ നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ വിട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ചേച്ചി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മോളെ? പഠിപ്പുര ഞാൻ പൂട്ടി അടയ്ക്കണോ മോളെ? ഞാനത് മലർക്കൊന്ന് തുറന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പഠിപ്പുര പൊളിയുന്നൊരു അതിഥിയാണെന്നും. അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ രസമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. കൊച്ചു ചെക്കനല്ലേ, കൊച്ചവനല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മോളെ, വന്നത് വലിയൊരു അതിഥിയാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. വിശ്വസിക്കാതിരിക്കാൻ എന്താ? ഞാൻ കണ്ടതല്ലേ, നീ കണ്ടല്ലോ. നീ ഒന്ന് താരതമ്യം ചെയ്യേ നിൻ്റെ ഭർത്താവുമായിട്ട്. അവനാണോ കേമൻ അതോ നിൻ്റെ ഭർത്താവാണോ കേമൻ? ഞാൻ പറഞ്ഞു അവൻ തന്നെയാണ്. കാര്യം അത്രയും നല്ല ഫീച്ചേഴ്സൊന്നും എൻ്റെ ഭർത്താവിനില്ല. കാണാൻ സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് ഇതേപോലെയൊന്നും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളൊന്നുമല്ല എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, നിനക്കവനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ ഫോട്ടോയും ചേച്ചി എനിക്ക് കാണിച്ചു തന്നു. ചേച്ചി, ഇവൻ ഇങ്ങനെ പഠിക്കുകയാണോ? അവൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാടി. കണ്ടില്ലേ എന്തൊരു സുന്ദരനാണ്. സിനിമയിൽ പോലും അഭിനയിക്കാൻ അവസരം വരുന്നുണ്ട് മോളെ. എത്ര പെണ്ണുങ്ങളുടെ സ്വപ്ന നായകനാണ്. ചേച്ചിക്ക് 45-ാമത്തെ വയസ്സിൽ അവനെ കിട്ടുമെന്ന് നീ വിചാരിച്ച് കാണില്ലല്ലോ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മോളെ മനസ്സിലായത് ഇനിയും പുഴ ഒത്തിരി ഒഴുകാനുണ്ടെന്ന്. ഒഴുക്ക് നിർത്താത്ത പുഴയാണ് മോളെ ഞാൻ എന്ന് പറഞ്ഞ് ചേച്ചി പൊട്ടി ചിരിച്ചു. ചേച്ചിയോട് അന്നാദ്യമായി എനിക്ക് അസൂയ തോന്നി. നേരത്തെ പറഞ്ഞ കഥകളിലൊക്കെ 50 വയസ്സുകാരും 40 വയസ്സുകാരും ഒക്കെയാണ്. അവരോടൊന്നും എനിക്ക് ആ കഥ കേട്ടിട്ട് ഒട്ടും താല്പര്യം തോന്നിയില്ല. ആരാണെന്ന് ഞാൻ ചോദിക്കുക പോലും ചെയ്തില്ല. പക്ഷേ യാദൃച്ഛികമായി ഇത്രയും സുന്ദരനായ ഒരു ചെക്കൻ്റെ പടം, അതും ചേച്ചി ആരാധനയോടുകൂടി മാസങ്ങൾ പുറകെ നടന്ന് സ്വന്തമാക്കി നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത വിഷമം, വല്ലാത്ത അസൂയ, വല്ലാത്ത ഓരോരോ ഏനക്കിടങ്ങ് തോന്നി. എനിക്കറിയില്ല ഇവരുടെ പുറകെ നടക്കാൻ മാത്രം എന്താ ഉള്ളത്. അന്ന് രാത്രി ഭർത്താവിൻ്റെ കസർത്തുകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, ഒരു വ്യത്യസ്തയുമില്ലാത്ത ഒരാളാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യസ്തയുമില്ല. എന്നും ഒരുപോലെ തന്നെ ഈ നടക്കുന്നൊന്നുമല്ല. ആ ചെക്കനൊക്കെ ഇതിൽ ഡോക്ടറേറ്റ് എടുത്ത് വന്ന ആൾക്കാരാണ്. ചേച്ചിക്കൊക്കെ എന്ത് രസമായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. ചേച്ചിയുടെ ആദ്യകാല ജീവിതം തകരാറിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേച്ചി എന്ത് മനോഹരമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു കണക്കിന് സ്വതന്ത്രമായിട്ടിരിക്കുന്നതാണ് നല്ലത്. കൂട്ടിലടച്ച കിളിയെ പോലെ എഴുന്നിട്ട് എന്ത് കാര്യം എന്നൊക്കെ ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു, ചേച്ചിയുടെ സ്വാതന്ത്ര്യമല്ല എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ സാഹചര്യം അതല്ല. അതുകൊണ്ട് ഇത്തരം മോഹങ്ങൾ ഉപേക്ഷിക്കണം. പിന്നീട് ചേച്ചി പല കഥകളും വന്ന് പറയും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴുണ്ട് ചേച്ചിയെ ആ ചെക്കനാണ് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവിട്ടത്. ആ സമയത്ത് ഞാൻ അവനെ ഒന്ന് നോക്കി, അവൻ എന്നെ നോക്കി ചിരിച്ചു മാഡം. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു മധുരക്കരിമ്പിൻ്റെ തുണ്ട് അങ്ങ് വീണു. കാര്യം അവൻ ചിരിച്ചപ്പോൾ അവൻ്റെ നിരയൊത്ത പല്ലുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സിനിമാ നടന്മാരുടെ കുട്ടി തന്നെ ഇരിക്കുകയാണ്. എങ്ങനെയാണ് മാഡം മനസ്സിൻ്റെ ഉള്ളിൽ അടിവയറ്റിലോളം ഉണ്ടാക്കാതിരിക്കുക? അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും നേരി കണ്ടപ്പോഴാണ് എൻ്റെ ഇളക്കം കൂടിയത്. ഇളക്കം എനിക്ക് നിൽക്കുന്നില്ല. 2-3 ദിവസമായിട്ട് മനസ്സ് ഇളകി മറിയുകയാണ്. ചേച്ചിയോട് അവനെപ്പറ്റി സംസാരിക്കണം. പക്ഷേ ചേച്ചിയാണെങ്കിൽ ഒന്നും ആ കഥ പറയുന്നുമില്ല. അവൻ ഇന്നലെ വന്നെന്നോ ഇന്ന് വന്നെന്നോ ഒക്കെ പറഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് തുടങ്ങാൻ പറ്റൂ. അല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശീലാവധിപ്പെട്ട അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകില്ലേ. ഭാഗ്യത്തിന് അന്ന് വൈകുന്നേരം ചേച്ചിനോട് വെച്ചു, മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞിട്ട്
ഇത്രയും കാലമായില്ലേ, എന്താ കുട്ടികളുണ്ടാകാത്തതും? ഞാൻ പറഞ്ഞു ചേച്ചി അത് പരിശോധിച്ചിട്ടില്ല. ഇപ്പം ഇത്രയും വർഷമായില്ലേ, നീ പരിശോധിക്കണം, നോക്കണം, രണ്ടുപേരും കൂടെ പോയി ടെസ്റ്റ് ചെയ്യണം. അവനാണോ കുഴപ്പം നിനക്കാണോ കുഴപ്പമെന്ന് അറിയണ്ടേ? ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല, രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെ നിനക്കറിയുന്നത്? ഡോക്ടർമാരെ കണ്ട് പരിശോധിക്കണം. അതിന് ചേട്ടൻ വരില്ല. ചേട്ടൻ പറഞ്ഞത് അത് കാലക്രമേണ എങ്ങനെ ശരിയാകും, ഓക്കെ ആകും എന്നാണ് പറഞ്ഞത്. അപ്പം മോളെ ഞാൻ ഒരു സംശയം പറയണം. നിന്റെ ഭർത്താവിന് എന്തോ കുഴപ്പമുണ്ട്, അവന് കുട്ടികളുണ്ടാകില്ല, അവനെന്തോ പ്രശ്നമുണ്ടെന്ന് അവനറിയാം. അതിന് ചേച്ചി പ്രത്യേകിച്ച് പ്രശ്നമില്ല, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എടി അതല്ല പറഞ്ഞത്, ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഡോക്ടർമാർക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിനക്കറിയില്ലേ? അറിയാം ചേച്ചി, ഞാൻ വിളിച്ചാൽ വരില്ല. എന്തായാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഇനിയും അവൻ പറയുകയാണ് വരില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ നിനക്ക് വാണിംഗ് തരികയാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഹസ്ബൻഡിനോട് സീരിയസ് ആയിട്ട് ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കോട്ടെ, ഇനി അതിൻ്റെ പുറകെ പോയി ലക്ഷങ്ങൾ ചിലവഴിക്കാനൊന്നും എനിക്ക് വയ്യ. ഇല്ലെങ്കിൽ ഇല്ല, നിനക്കാണോ എനിക്കാണോ കുഴപ്പമൊന്നും ഇവിടെ ആരും അറിയേണ്ട കാര്യമില്ല. ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കോളും. നീ ഇനി മേലിനോട് ഇത് സംസാരിച്ചേക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും വല്ലാത്തൊരു നൊമ്പരമായി. ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു വല്ലാത്ത ടൈപ്പ് തന്നെ, അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോടി? ഞാനിങ്ങനെ അറിയാൻ ചേച്ചി, ഞാൻ ഡോക്ടർ ഒന്നുമല്ലോ എന്നപ്പോൾ ചേച്ചി പറഞ്ഞു, നിന്റെ വിധി ഇതല്ലാതെ ഇനി കൂടുതൽ അങ്ങനെ നിർബന്ധിക്കാനാ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആകട്ടെ, കുട്ടികളുണ്ടായില്ലെങ്കിലും ഇല്ലെങ്കിലും അങ്ങേര് തന്നെ ഇതിനൊക്കെ മറുപടി കൊടുത്തോളും, ഞാനധികം ആൾക്കാരോട് സംസാരിക്കുന്നില്ലോ എന്ന് പറഞ്ഞു. നിന്റെ വിധി, നീ ആയി, നിന്റെ പാടായി. എടി അച്ചുമോൻ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരിയാണെന്നും നിനക്ക് ഒത്തിരി മുടിയുണ്ടെന്നും മുടിക്ക് എന്ത് വളവിടുന്നെന്നും അവൻ ചോദിച്ചു. ഏതാ അച്ചുമോൻ? എടി നമ്മുടെ ചെക്കന്. അന്ന് ഗേറ്റിനോട് വെച്ച് കണ്ടേ അവൻ്റെ ബുള്ളറ്റും നീ കണ്ടില്ലടി? അവന് എന്തൊരു സ്റ്റൈലാ, സിനിമാ നടന്മാരെ പോലെയല്ലേ? ആണ് ചേച്ചി, ഭയങ്കര സുന്ദരനാണ്. അവൻ എന്നെ നോട്ടീസ് ചെയ്തോ? പിന്നെ അവനോട് ചോദിച്ചു നിനക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അവൻ പറഞ്ഞു നിന്റെ മുടി അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. മുടി മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ എന്ന് ഞാൻ പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്നെ തുറച്ചു നോക്കി. എന്താ പിന്നെ അവൻ ഇഷ്ടപ്പെടേണ്ടത്? വേറെന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ ഒരവസരം കൊടുക്കുമോടി? പഠിപ്പിന് നീ തുറക്കുമോ? ഇരുമ്പ് ഗേറ്റ് നീ തുറന്നു കൊടുക്കുമോ? അതോ കൂട്ടിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോ ചേച്ചി. അപ്പോൾ ചേച്ചി വന്ന് എന്നോട് ചേർന്നിട്ട് ചോദിച്ചു, എടി നിനക്കവനോട് ഇഷ്ടമുണ്ടെന്ന് തോന്നല്ലോ മോളെ, അവന് വേണ്ടി നീ പഠിപ്പിൽ തുറക്കോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും തുറക്കില്ല, ഞാൻ അത്രയും ടൈപ്പല്ലെന്ന്. ടൈപ്പല്ലെന്ന് പറഞ്ഞ് നീ ഇരുന്നോ, ചെക്കനിപ്പോൾ 5-6 മാസത്തിനുള്ളിൽ എറണാകുളത്ത് സ്ഥിര താമസമാക്കാൻ പോകും. പിന്നെ അവനെ കണ്ടു കിട്ടുക എന്നുള്ളത് നീ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല. അവസരങ്ങൾ പലപ്പോഴും മാത്രമേ വരികയുള്ളൂ. സത്യമാണോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു സത്യമാണ്. അവൻ കുറച്ച് മാസങ്ങൾ ഇവിടെ കാണുള്ളൂ കേട്ടോ, അത് കഴിഞ്ഞ ചെക്കനെ കണ്ടു കിട്ടില്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പറയുക, താല്പര്യമുണ്ടെങ്കിൽ യെസ് ഓർ നോ എന്ന് പറയുക എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ചേച്ചി പോകാൻ നേരത്ത് ഹസ്ബൻഡ് അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി യെസ്. ചേച്ചി പറഞ്ഞു നീ മിടുക്കിയാണ്, അവനെ നിനക്ക് സ്വന്തമാക്കാം. ചെക്കൻ നമ്മുടെ കൈവിട്ട് പോയാലില്ലേ 100 പെണ്ണുങ്ങളോടെ പോകും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഫ്രഷായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് നല്ല കാര്യമല്ലേ മോളെ? പക്ഷേ ചേച്ചി ഇവിടെ CCTV ഉണ്ടല്ലോ. ഇടി CCTV കവറേജ് ഇല്ലാത്ത സ്ഥലം എവിടെയാണ് ചേച്ചി? വലിയ മതില. അതിൽ അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല, അതൊക്കെ ഞാൻ റെഡിയാക്കാം. അവൻ വൈകുന്നേരങ്ങളിൽ വരട്ടെ, നിൻ്റെ ഹസ്ബൻഡ് വരുന്നത് വരെ ഞാൻ കാവലിരിക്കാം. അകത്ത് നിങ്ങൾക്ക് പഠിപ്പുര തേച്ച് മിനിക്കാം മോളെ എന്ന് പറഞ്ഞു. ചേച്ചിയുടെ നിർബന്ധം കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ചേച്ചിയെ കൊണ്ട് ഞാൻ നിർബന്ധിപ്പിക്കുകയായിരുന്നു എന്നാണ് വാസ്തവം. എന്തായാലും CCTV ഇല്ലാത്ത സ്ഥലത്ത് കൂടി റിസ്ക് എടുത്ത് ചെക്കൻ വരാൻ തുടങ്ങി. മാഡത്തിൻ്റെ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞതുപോലെ സൗന്ദര്യമുള്ള ഒരാളുമായുള്ള സംഗമം അത് എത്രത്തോളം സുന്ദരമാണെന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. സൗന്ദര്യത്തിന് ഒരു പ്രത്യേക മാറ്റമുണ്ട് മാഡം. ഒന്ന് ചേരുമ്പോൾ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അത് മാത്രമല്ല അവൻ എല്ലാം കൊണ്ടും വിദ്യാസമ്പന്നനാണ്. അവൻ്റെ വിദ്യകൾ എന്നിൽ അവൻ അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ല, ഞാൻ അവൻ്റെ ഗുരുമുഖത്ത് നിന്ന് സ്വീകരിക്കുകയായിരുന്നു. അവനെ ഞാൻ എൻ്റെ ഗുരുവായി കരുതി. എൻ്റെ ഭർത്താവ് ഗുരുവുമല്ല, ഒരു ഗുരുവുമല്ല. ഇവൻ പക്ഷേ ഏറ്റവും വലിയ ഗുരുവായി എനിക്ക് ഭവിച്ചു. സന്തോഷത്തിൽ ഞാൻ ആറാടി. ചേച്ചി മാക്സിമം ദിവസങ്ങളിൽ അവനെ എനിക്ക് വേണ്ടി അവൈലബിളാക്കി. പക്ഷേ എൻ്റെ ഭർത്താവിന് ഇടയ്ക്ക് സംശയം തോന്നി. എന്താണ് ചില വികസന പദ്ധതികൾ നടക്കുന്നതായിട്ട് തോന്നിയെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന്.
പക്ഷേ യാതൊരു വിധത്തിലുള്ള സുരക്ഷയും ഉപയോഗിക്കാനുള്ള ബന്ധമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഡേറ്റെല്ലാം തെറ്റി. ഷോ, ഞാൻ ഭയന്നു പോയി. എന്തായാലും ഭർത്താവുണ്ടല്ലോ. ചേച്ചി ആശ്വസിപ്പിച്ചു. പ്രശ്നമില്ലടി, നീ അങ്ങ് പറ. എന്ത് പറയാൻ? ഗർഭിണിയാണെന്നും. അതവൻ്റെ കുട്ടിയല്ലേ ചേച്ചി? ആരുടെ കുട്ടിയാണെന്നൊക്കെ ആർക്കറിയാം. എന്തായാലും അവനും സുന്ദരൻ, നിന്റെ ഭർത്താവ് ആവറേജ് സുന്ദരൻ. ഒരു കുട്ടി ഉണ്ടായാലും സുന്ദരിയായിരിക്കും, അല്ലെ സുന്ദരനായിരിക്കും, പ്രശ്നമൊന്നുമില്ല, നീ അങ്ങ് പറയുമെന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞു. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവിന് സംശയം തോന്നില്ല. ഓ, അതായിരിക്കും മോളെ, നിനക്ക് ചില വ്യത്യാസങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞു. ആയിരിക്കും ചേട്ടാ, ആർക്കറിയാം ഇങ്ങനെയുള്ള സമയത്ത് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ ആ കാര്യങ്ങൾ അങ്ങ് ഓക്കെ ആക്കി. ഇതറിഞ്ഞതിൽ പിന്നെ ചെക്കൻ വന്നിട്ടില്ല. അവൻ്റെ പാട് നോക്കിപ്പോയി. അങ്ങനെ വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇതിൽ ആർക്കും ഇല്ലല്ലേ മാഡം. പിന്നെ ചേച്ചിയാണിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിൽക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് വയ്യ, അപ്പോൾ വീട്ടിൽ ചെന്നിട്ടും വലിയ കാര്യമില്ല, ചേച്ചി ഫുൾ ടൈം എന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് നോക്കും. അതുകൊണ്ട് ഹസ്ബൻഡ് വളരെ സന്തോഷത്തോടുകൂടിയാണ് ചേച്ചിയെ ഏൽപ്പിച്ചു പോയത്. പക്ഷേ ഇപ്പോൾ ചേച്ചി പറഞ്ഞത്, എന്തായാലും ഒരാക്ടിവിറ്റിയും ഇല്ലാതെ നിൻ്റെ ഭർത്താവും നീ ഇവിടെ താമസിക്കുകയാണ്. അവൻ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ളവനാണെന്നല്ലേ നീ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവൻ വെറുതെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് മോളെ ഒരു കാര്യം ചെയ്യാം. ചെക്കനും അങ്ങ് പോയില്ലേ, അവൻ എറണാകുളത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ ചേച്ചിക്കും തൽക്കാലം ഇവിടെ ഒരു മുട്ടുശാന്തിക്ക് ആരുമില്ല. മോളുടെ ഭർത്താവ് ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ, ഞാനങ്ങ് ട്രൈ ചെയ്യാം മോളെ. മോളും കണ്ണടച്ചാൽ മതി. എല്ലാം ചേച്ചിയുടെ മിടുക്ക്. ചേച്ചി പഠിപ്പിന് തുറന്നു കൊടുക്കാം. മോള് അതങ്ങ് കണ്ടില്ല എന്നടിച്ചാൽ മതി. ഇത് കേട്ട് ഞാൻ ഞെട്ടി. ചേച്ചി അത് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് വഴക്കിട്ടു. അതെന്താടി? എനിക്ക് സ്വന്തമായിരുന്നു ചെക്കനെ നീ ആഗ്രഹിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നിൻ്റെ ഭർത്താവ് അത്രയും നല്ല സുന്ദരമൊന്നുമല്ലോ. അവനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കും ആഗ്രഹങ്ങളില്ലേ, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യും. നിൻ്റെ രഹസ്യങ്ങളെല്ലാം എൻ്റെ പക്കലുണ്ടെന്ന് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞു. ഭീഷണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ചേച്ചി ട്രൈ ചെയ്തോളൂ എന്ന്. അല്ലാതെ ഞാൻ എന്താ മാഡം പറയുക? പക്ഷേ ചേച്ചി കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും എൻ്റെ ഹസ്ബൻഡ് വഴങ്ങിയിട്ടില്ല. അങ്ങേർക്ക് ആ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. അവരോട് യാതൊന്നുമില്ല. പക്ഷെ ചേച്ചിക്കിപ്പോൾ എന്നോട് ദേഷ്യമാണ്. എന്നോട് പറഞ്ഞത് ഞാനും കൂടി ഭർത്താവിനോട് പറയണം ഈ കാര്യങ്ങളൊക്കെ. ചേച്ചി വെറുതെ നിൽക്കുകയാണ്, ചേച്ചിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ഭർത്താവ് സഹകരിക്കണം എന്ന്. ഭർത്താവിനെയും ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. എനിക്കിതൊന്നും ഭർത്താവിനോട് തുറന്നു പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ദേഷ്യത്തോട് പറയും, നിൻ്റെ രഹസ്യങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ്, ഞാൻ അവനോട് പറയും. പെട്ടെന്ന് തന്നെ അവനെ എനിക്ക് വേണ്ടി ഒരുക്കുമെന്ന് പറഞ്ഞ് ചേച്ചി എന്നോട് വഴക്കുണ്ടാക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ് മാഡം? എനിക്ക് ഈ സമയത്ത് തീരെ വയ്യ. അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ട്രെസ്സും കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യും മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തന്നെ കുഴിച്ച കുഴിയാണ്, അതിൽ നിങ്ങൾ തന്നെ വീണു. അവർ കുത്തഴിഞ്ഞ് നടക്കുകയാണെന്ന് ആദ്യമേ പറഞ്ഞതാണ്. എന്നിട്ടും സുന്ദരനായ ചെറുക്കനെ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഹാലിളകി ഇങ്ങനൊരു സിറ്റുവേഷൻ ആക്കി. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനെ വീതം വെക്കാൻ അവർ പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവസാനം ഭീഷണി മുഴക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ സമ്മതിച്ചു. ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ നടന്നു. സ്ത്രീകളെ പുരുഷന്മാർ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ പറയും എല്ലാവരും. പക്ഷേ സ്ത്രീകൾ തന്നെയാണ് പലപ്പോഴും സ്ത്രീകളുടെ ശത്രു എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ കഥ. നിങ്ങൾ ഇനിയിപ്പോൾ നട്ടൽ നിവർത്തി നിന്നേ പറ്റുകയുള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ, ചേച്ചി പോയി വളയ്ക്കുകയോ ഒടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്കിതിൽ പങ്കില്ലെന്ന് പറഞ്ഞല്ലോ. അതേപോലെ പറയുക, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാനതിന് അനുമതി തന്നാണ് നിങ്ങളുടെ ഭീഷണി കേട്ടിട്ട്. ഇതിൽ കൂടുതൽ ഒരു ചുവട് പോലും എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുകയില്ല. ഞാനിനി ഈ കാര്യത്തിലൊന്നുമില്ല. ഞാനായി എൻ്റെ പാടായി. നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, എനിക്കൊന്നുമില്ല. നിങ്ങളും നാറും ഞാനും നാറും, ലോകത്തുള്ള മുഴുവനും പേര് നാറും. അത്രേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾക്ക് 2 പെൺമക്കളൊക്കെ ഉള്ളതല്ലേ, അവരുടെ കല്യാണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുളമാകും, അത്രേ ഉള്ളൂ. ഇതൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നാട് മുഴുവനും നാറാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരുമായിരിക്കും. നമ്മുടെ 2 പേരുടെയും ജീവിതം പോകും. നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹ ജീവിതം പോകില്ലെന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ പെൺമക്കളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ തുള്ളുന്നതിനനുസരിച്ച് പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യുക, നമുക്ക് പറ്റുന്ന സാഹചര്യത്തിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. ചേച്ചി പോകുന്ന രഹസ്യങ്ങൾ ഓക്കെ, ചേച്ചിക്ക് പറ്റാവുന്ന ചേച്ചി ട്രൈ ചെയ്തു, അതിനൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്ന് വെച്ചിട്ട് ഇതെല്ലാം കയറി ഏറ്റെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കിത് പറ്റില്ല, എന്നോട് സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കുക, ഇവരുടെ സേവനം അവസാനിപ്പിക്കുക. ഇനി അവർ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നേരിടാൻ തയ്യാറായിരിക്കണം. അത് നിഷേധിക്കുക ഭർത്താവിൻ്റെ മുന്നിൽ, തെളിവുകളൊന്നും ഇല്ലെങ്കിൽ. ഇനി തെളിവുകളുണ്ടെങ്കിൽ അതിനെ നേരിട്ടല്ലേ പറ്റുകയുള്ളൂ. രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് എതിരെ നിൽക്കുന്ന ഒരു ദുഷ്ടശക്തി നമുക്ക് നേരിടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നോ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക. വരുന്നത് വെച്ച് കാണുമെന്ന് വിചാരിക്കുക, അതേ പറ്റുകയുള്ളൂ. കാര്യം ആ സ്ത്രീയും ഒരുപെട്ട് നടക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ നിങ്ങളൊരു ദുർബലയായതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ ശരിക്കുള്ള മറുപടി നന്നായിട്ട് അങ്ങോട്ട് നട്ടലിൽ നിവർത്തുമെന്ന് പറഞ്ഞു കൊടുത്തേ അവരടങ്ങും, ഉറപ്പാണ്.